വെഞ്ഞാറമൂട് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രതി അഫാന്റെ കുറ്റസമ്മത മൊഴിയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്ന് അഫാൻ. കുടുംബം കൂട്ടാത്മഹത്യക്ക് തീരുമാനിച്ചു. എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിലാണ് കൊലപാതകം നടത്താൻ തീരുമാനിച്ചതെന്നുള്ള സുപ്രധാനമായിട്ടുള്ള മൊഴി ഇപ്പോൾ പുറത്തുവരികയാണ്. ആദ്യം ആക്രമിച്ചത് ഉമ്മയെ എന്നും പ്രതി മൊഴി നൽകിയിരിക്കുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, ഒരു 23 വയസ്സുകാരൻ സ്വന്തം ഉമ്മയെയും അനിയനെയും ഒപ്പം തന്നെ പെൺസുഹൃത്തിനെയും ഉമ്മൂമ്മയും ഒക്കെ എങ്ങനെ കൊലപ്പെടുത്തി, എന്തിനു കൊലപ്പെടുത്തി എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള മൊഴി പുറത്തു വരുന്നത്. ഇത് അഫാൻ പറഞ്ഞതാണ്. അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങളാണോ അതോ ഉമ്മ ഷമിയുടേതാണോ? എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ? അക്ഷയ, വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, കൊലപാതകങ്ങൾക്ക് ശേഷം എലിവിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മൊഴി ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് ഇന്നലെയാണ് പോലീസ് അതീവ രഹസ്യമായി ഈ മൊഴി രേഖപ്പെടുത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മുറിയിലെത്തി പേവാർഡിൽ വെച്ച് അവിടെ വെച്ചിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ മൊഴിയിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും അഫാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ കൊലപാതകത്തിന് ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അഫാൻ കീഴടങ്ങുമ്പോൾ അയാൾ എന്തിനാണ് കൊന്നതെന്നൊക്കെ വളരെ വേഗത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നു. ഏകദേശ രൂപം അയാൾ മൊഴിയായിട്ട് നൽകിയിരുന്നു. അതിനുശേഷമാണ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മൊഴിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ ഔദ്യോഗികമായി നൽകുന്ന മൊഴിയിലില്ല. അതിൽ കൂടുതൽ വിവരങ്ങൾ പക്ഷേ ഈ മൊഴിയിൽ ഉണ്ട്. ആ മൊഴിയുടെ പൂർണ്ണമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. എന്തിനാണ് അഫാൻ ഈ കൊലപാതകത്തിന് തുനിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം. അതിനുള്ള ഉത്തരം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് അഫാൻ ഈ കുടുംബത്തിലുള്ള തൻ്റെ ഉമ്മയെയും സഹോദരനെയും അതിനൊപ്പം തന്നെ ഉമ്മുമ്മയെയും പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും ഒക്കെ കൊല്ലാൻ തീരുമാനിച്ചതിന് പിന്നിൽ കടബാധ്യത എന്നാണ് അഫാൻ പറഞ്ഞു വെക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ആ കടബാധ്യത എന്ന് ചോദിച്ചാൽ, ഉമ്മയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. അത് വലിയ കടമായിട്ട് മാറി. ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത്. അഫാന്റെ ഉമ്മയാണ് പ്രധാനമായും ഈ പണമെല്ലാം വാങ്ങിയത് പലരിൽ നിന്നായി. 12 പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഈ പണം കടം വാങ്ങിയാൽ വേറൊരിടത്തുനിന്ന് കടം വാങ്ങി മറ്റൊരിടത്ത് കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത്. പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു. ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു. മൊത്തം സ്റ്റക്കായി. കടം വാങ്ങിയവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ കടം കൊടുത്തവർ പണം തിരികെ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കുടുംബം കൂട്ട ആത്മഹത്യക്ക് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഉമ്മയും ഈ 2 മക്കളും ചേർന്ന് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോഴാണ് അഫാൻ പറയുന്നത്, മൊഴിയിൽ പറയുന്നത്, അഫാൻ അപ്പോൾ ആശങ്കയുണ്ടായി ഈ കൂട്ടാത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന്. അങ്ങനെയാണ് അഫാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഉമ്മയെയും സഹോദരനെയും കൊല്ലാനാണ് അഫാൻ ആദ്യം പദ്ധതി ഇടുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഉമ്മുമ്മയെയും പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, അവർ നിരന്തരം ഈ കുടുംബത്തിൽ ഇടപെടുകയും ഈ പിതാവിൻ്റെ ഉമ്മയും പിതാവിൻ്റെ സഹോദരനും ഈ അഫാന്റെ കുടുംബത്തിൽ നിരന്തരം ഇടപെടുകയും അവരെ നിരന്തരം ശാസിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കടം വാങ്ങുന്നതിലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് അവർ അതിനൊരു പരിഹാരം നൽകാതെ, അവരതിനെ സഹായിച്ച കടബാധ്യത പരിഹരിക്കാതെ നിരന്തരം ശാസിക്കുകയായിരുന്നു. നിങ്ങളിങ്ങനെ കടം വാങ്ങിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ ഒരു പക അഫാന് ആ കുടുംബത്തോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഫാൻ ഈ ഉമ്മുമ്മയെയും പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊല്ലാനുള്ള തീരുമാനത്തിലെത്തിയത്. മറ്റൊരു കൊലപാതകത്തിനിരയായത് അഫാന്റെ കാമുകി ഫർസാനയാണ്. ഫർസാനയെ കൊല്ലാനുള്ള കാരണം ഞാനില്ലെങ്കിൽ ആ കുട്ടിയും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. പിന്നീട് ഇനി ആ കൊലപാതക ദിവസം സംഭവിച്ച കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ കൊലപാതകം അഫാൻ നടത്തിയത്? ആ കൊലപാതക ദിവസം ആദ്യം അഫാൻ ആക്രമിക്കുന്നത് സ്വന്തം ഉമ്മയെയാണ്. രാവിലെ 11 മണിയോടെ ഉമ്മയെ ഷോൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താനാണ് അയാൾ ശ്രമിച്ചത്. ആ ഷോൾ കഴുത്തിൽ മുറുക്കി ഉമ്മ ഏതാണ്ട് ബോധരഹിതയായപ്പോൾ മരിച്ചു എന്ന് കരുതി ഇയാൾ മുറിയിൽ പൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം മറ്റുള്ളവരെ കൊല്ലാനുള്ള ആയുധങ്ങൾ സംഘടിപ്പിക്കാനായിരുന്നു അഫാൻ ശ്രമിച്ചത്. അതിന് വെഞ്ഞാറമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ചെന്ന് 1400 രൂപ കടം വാങ്ങി.
1400 രൂപ 1500 രൂപ കടമായിട്ട് വാങ്ങി. ആ 1500 രൂപ വാങ്ങിയതിന് ശേഷം നേരെ വെഞ്ഞാറമൂടിലെ ഒരു കടയിൽ പോയി പുതിയ രീതിയിലുള്ള ഒരു ഹാമർ, ഒരു ചുറ്റിക, അത് നല്ല വെയിറ്റ് ഉള്ള ചുറ്റികയാണ്. ആ ചുറ്റികയാണ് വാങ്ങിച്ചത്. മറ്റൊരു കടയിൽ പോയി ഒരു ബാക്ക് പാക്കും വാങ്ങിച്ചു. വേറൊരു കടയിൽ പോയി എലിവിഷവും വാങ്ങി. ഇത്രയും സാധനം വാങ്ങിയ ശേഷം വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മയെ നോക്കുമ്പോൾ ഉമ്മ തലയുയർത്തി നോക്കുന്നുവെന്ന് അഫാൻ തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ ഈ ഹാമർ ഉപയോഗിച്ച് ആദ്യം ഉമ്മയുടെ തലക്കടിച്ച് വീണ്ടും കൊന്നു എന്ന് ധരിച്ചുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് പോകുന്നത്. അവിടെ നിന്ന് അയാൾ പോകുന്നത് പാങ്ങോട് ഉമ്മുമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ ഇതേ ഹാമർ ഉപയോഗിച്ചുള്ള കൊലപാതകം നടത്തുന്നു. അതിനുശേഷം സ്വർണ്ണമാല കൈക്കലാക്കുന്നു. അവിടെ നിന്ന് വെഞ്ഞാറമൂടെത്തി ഈ സ്വർണ്ണമാല ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചുകൊണ്ട് ഏതാണ്ട് 74,500 രൂപ 74,000 രൂപ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ആ 74,000 രൂപയിൽ നിന്ന് 40,000 രൂപ 74,500 രൂപയാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അതിനുശേഷം ഇതിൽ 40,000 രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി ഇയാൾ ഒരു കടം കൊടുക്കാനുള്ള ഒരു വ്യക്തിക്ക് കൈമാറുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ പിതാവിൻ്റെ സഹോദരനെയും ഒക്കെ സഹോദരൻ്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം തിരികെ വന്ന് വെഞ്ഞാറമൂട്ടിലെ ഒരു ബാറിൽ നിന്ന് മദ്യപിക്കുന്നു. മദ്യപിച്ച് ഒരു ബോട്ടിൽ മദ്യം വീട്ടിലേക്ക് കരുതുന്നു. അതിനിടയിൽ കാമുകിയെ വിളിക്കുന്നു. ബൈക്കിൽ അയാൾ കാമുകിയെ കൂട്ടി വീട്ടിലേക്ക് എത്തുന്നു. അതിനു മുൻപ് ഈ സഹോദരൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ഈ സഹോദരനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ് കാമുകി ഫർസാനയുമായി വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ പാടെ ഇയാൾ ഈ കാമുകിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോയിസൺ കഴിച്ചു. അത് എങ്ങനെയാണ് കഴിച്ചതെന്നുള്ളത് കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. അത് മദ്യത്തിലാണോ കഴിച്ചത്, ഇയാൾ പറയുന്ന പോലെ പെപ്സിയിലാണോ അതോ ബിരിയാണിയിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ പോയിസൺ അതിന് മുൻപ് തന്നെ കഴിച്ചു. അതിനുശേഷമാണ് ഈ കുട്ടി കുഴിമന്തിയുമായി തിരിച്ചു വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെയും സഹോദരനെയും തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് ഇയാൾ കീഴടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇതാണിപ്പോൾ അഫാൻ നൽകിയിരിക്കുന്ന ഔദ്യോഗികമായ മൊഴി. ഈ മൊഴി പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ഇന്നലെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷേ അത് രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കാൻ കാരണം ഇതുതന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതിന് മറ്റ് കാരണങ്ങൾ വല്ലതുമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ബന്ധുക്കളിൽ നിന്നുള്ള മൊഴിയും ബാക്കി തെളിവുകളൊക്കെ ശേഖരിക്കുമ്പോൾ അഫാൻ പറയുന്ന ഈ മൊഴിയെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. പിന്നീട് പോലീസ് ഇനിയിപ്പോൾ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. അഫാനെ ഡിസ്ചാർജ് ചെയ്യാൻ ഏതാണ്ട് 72 മണിക്കൂർ സമയമാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നത് ഇന്നലെ. അപ്പോൾ അതിൻ്റെ സമയപരിധി ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് കഴിയും. അപ്പോൾ ആ സമയത്തും അഫാനെ ഡിസ്ചാർജ് വന്നില്ലെങ്കിൽ അഫാനെ ആശുപത്രിയിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് അഫാന്റെ ഡിസ്ചാർജിനനുസരിച്ച് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അഫാൻ ഉപയോഗിച്ച ഹാമർ അത് വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ എലിവിഷം വാങ്ങിച്ച കുപ്പി കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഹാമറും എലിവിഷവും ബാഗും വാങ്ങിച്ച കടകൾ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കൊലപാതകത്തിനുള്ള പണം, ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പണം വാങ്ങിയ പിന്നീട് ഉരുപ്പടി പണയം വെച്ച ധനകാര്യ സ്ഥാപനവും പോലീസ് പിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയുള്ളവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് വെഞ്ഞാറമൂട് കൂട്ടക്കുരുതി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിന്റെ ദുരൂഹതകൾ ഏതാണ്ട് ചുരുളഴിയുന്നു. കൊലക്കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.